ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഞാൻ ഇപ്പൊ വന്നത് എന്തിനാ അറിയോ? ഒരു രാജ്യസ്നേഹിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനാണ്. ആരായ രാജ്യസ്നേഹി അറിയോ? സുഡാപ്പികളുടെ പേടി സ്വപ്നമായ, സംഘികളുടെ കണ്ണിലുണ്ണിയായ മനസ്സിലായില്ലേ ഇപ്പൊ ആരാണെന്നുള്ളത്? ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ എന്തിനാ സംഭവം ഞാൻ ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളിക്കാരന്റെ അനിയത്തിയുടെ നിക്കാഹാണ്, സോറി, കല്യാണാണ് നാളെ. അപ്പോ ആ കല്യാണത്തിന് അവനും അനിയത്തിയും എന്റെ അനിയത്തിക്കുട്ടിയുടെ കല്യാണാണ് ജനുവരി 3 എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിക്കണു. അപ്പൊ എനിക്കറിയേണ്ടത് ഇതാ പോസ്റ്റ് ഇതാണ്, ഞാൻ കാണിച്ചു തരാം. വെണ്ണിലാ കൊമ്പിലേരാ പാടി എന്നുമീ ഏട്ടെന്റെ ചിങ്കാരി. ഇതിൽ കൂടുതൽ പാടിയ എന്താ പ്രശ്നം എന്നറിയോ? അതായത് യൂട്യൂബ് വിചാരിക്കും ഞാൻ ഒറിജിനൽ സോങ് വെച്ചിരിക്കുകയാണെന്ന്. അങ്ങനെ സംഭവിച്ചാൽ ഇത് കോപ്പിറൈറ്റ് പോകും. ഇത് കോപ്പിറൈറ്റ് പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഈ എന്താ പറയാ, ഈ സംഗീതം, അക്ഷരസ്ഫുടത ഇതൊക്കെ ജന്മനാ കിട്ടിയത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോ ഇവന് പിന്നെ ഓന്റെ പെങ്ങളെ അനിയത്തിനെ ഒരു സുഡാപ്പിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക. എന്നാ എനിക്ക് സുഡാപ്പികളെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും ഞാൻ കാണിച്ചു തരാം. ഭയങ്കര നല്ല അഭിപ്രായമാണ് ഇതാട്ടോ. എവിടെ ഫലസ്തീൻ അനുകൂലികൾ ജൂതർക്ക് നേരെ ഓസ്ട്രേലിയയിൽ ഭീകരാക്രമണം നടത്തിയിരിക്കുന്നു. 15 പേര് കൊല്ലപ്പെട്ടിരിക്കുന്നു. നിരവധി ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു. ഇതിൽ നമ്മൾ മലയാളികൾ മനസ്സിലാക്കേണ്ടത്, ഫലസ്തീൻ അനുകൂല പച്ചവർഗീയവാദികൾ ലോകത്ത് എവിടെയാണെങ്കിലും അത് നമ്മൾക്കിടയിലാണെങ്കിലും അവർ അപകടകാരികളാണ് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇവിടെയുള്ള ഫലസ്തീൻ അനുകൂല പച്ചവർഗീയവാദികള് അടങ്ങി ഒതുങ്ങി മുന്നോട്ട് പോകുന്നത് നരേന്ദ്രമോദി സർക്കാരിനെ പേടിച്ചിട്ട് തന്നെയാണ്. സർക്കാർ ഒന്ന് മാറിയാൽ അറിയാം ഇവരൊക്കെ എത്രത്തോളം അപകടകാരികൾ ആയിരുന്നു എന്ന്. എന്താ പറഞ്ഞ മനസ്സിലായോ? ഫലസ്തീൻ അനുകൂലിച്ച എല്ലാ മുസ്ലിങ്ങളും പച്ച വർഗീയവാദി അത്രേ. അപ്പൊ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇതിപ്പോ എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കണ ഓനേതാ? സംഖ്യ? അനക്ക് എന്താ ഒരു സംഖ്യനെ കൊണ്ട് കെട്ടിപ്പിച്ച? ഇത്രയും സുഡാപ്പികൾ മോശമാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും ഈ സുഡാപ്പിനെ കൊണ്ട് തന്നെ എന്റെ പെങ്ങളെ കെട്ടിച്ചപ്പോ ഇതൊന്ന് ആലോചിച്ച് നോക്കി. അനക്ക് മുസ്ലിമിലെ വിശ്വാസമല്ല, സുഡാപ്പികളെ വിശ്വാസമല്ല, മുസ്ലിങ്ങൾ മുഴുവൻ രാജ്യദ്രോഹികളാണ്. എന്റെ തന്തി തള്ളി ഏതാ വകുപ്പ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പൊ ഏതാണെങ്കിലും പുണ്യം ചെയ്ത തന്തി തള്ളിയാണ്, അതിൽ യാതൊരു സംശയമില്ല. ഞാൻ ആലോചിച്ചത് അതല്ലേ, ഇവന്റെ ഈ കണ്ണുമോറും ഈ ജാതി പച്ച വർഗീയതയും കേട്ടിട്ടും ഇവന്റെ പെങ്ങളെ കെട്ടാൻ വന്ന ആ മഹാണ്ടല്ലോ, എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അന്നെ ഞാൻ തൊഴുത് ചങ്ങായി, ചില്ലറൊന്നും അല്ലത്. ഇത് അത്രയും പുണ്യപ്പെട്ട ഒരു ചങ്ങായി ആയിരിക്കും. കാരണം എന്താ അറിയോ, നാട്ടിൽ വേറെ ഒരു പെണ്ണും ഇല്ലാഞ്ഞിട്ടാവൂലേ ഇപ്പൊ ഇവന്റെ പെങ്ങളെ വന്ന് കെട്ടിയിട്ടുണ്ടാവുക. അതും ഒരു സുഡാപ്പി ആയിട്ട്. ഇവനിക്ക് എന്നൊരു സംഖ്യനെ കൊണ്ടാണ് കെട്ടിപ്പിച്ചെടുത്താൽ മതി. ഓനിക്ക് താല്പര്യമല്ല, അതിന് സംഖ്യകളെ എനിക്ക് പറ്റൂല. ഓനിക്ക് റീച്ച് ഉണ്ടാക്കാനും ആളാകാനും മാത്രം മതി സംഖ്യകളെ. അല്ലാതെ കുടുംബത്തിൽ കയറിയിട്ടോ അല്ലെങ്കിൽ കെട്ടിച്ചാനോ ഒന്നും പറ്റൂല. എങ്ങനെ ഇവളെ കാര്യം പറഞ്ഞ മാതിരി, ജസ്നല്ലേ, ജസ്ന ഭയങ്കര കണ്ണൻ സ്നേഹിയല്ലേ. എന്നാ ഈ കണ്ണന്റെ മതം ഏതാണ്? ഹിന്ദു മതം. അതിലേക്ക് ഓള് പോകാൻ റെഡിയാണ്. അത് പറ്റൂല. ഈ ഒരു കാര്യം ചെയ്യേ, ആരിഫില്ലേ, ഹാർപ്പിക് ആരിഫ്, ഓനെ വിളിച്ചിട്ട് നിക്കാഹ് ചെല്ലിപ്പിച്ച്. എന്റെയൊക്കെ മഹലിൽ ആര് വന്നിട്ടാണ് നിക്കാഹ് ചെയ്തു തരിക എന്നുള്ളത് ഞാനൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നിക്കണത്. എങ്ങനെ, ആരാണ് നിക്കാഹ് ചെയ്തു തരുന്നതെന്നുള്ളത്. ഒന്നും ഉണ്ടായിട്ടല്ല. ഇനിയിപ്പോ എന്റെ മഹല്യര് ചെയ്തു തരുമല്ലേ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി അതല്ല പുറത്തുനിന്ന് ചെയ്ത് സംഭവം ഈ പെൺകുട്ടിയുടെ തെറ്റൊന്നും ഉണ്ടാവൂല. എങ്കിലും നീയൊക്കെ അല്ലേടാ ആങ്ങള, വർഗീയത മാത്രം പറഞ്ഞ് റീച്ച് ഉണ്ടാക്കിയിട്ട് തമ്മിലടിപ്പിച്ചിട്ടും സംഖ്യകളെ സുഖിപ്പിച്ചിട്ടും ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ എത്ര വലിയ ആളായിട്ട് എന്ത് കാര്യം? ഉള്ളേന്നാണെങ്കിൽ എന്റെ തിരിയില്ല. എന്റെ കണ്ണും മൂക്കും കണ്ട മനുഷ്യൻ നട്ടപ്പാരാക്കൊക്കെ എന്റെ വീഡിയോ കണ്ട പേടിച്ചും ഒക്കെപ്പാടെ പുട്ട് നേരെ ഒന്നായിട്ടാണ് മുണുങ്ങിക്കണം. പുള്ളി വള്ളത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ കജ്ജും കാലിട്ട് പിടക്കൂലേ, അതേമാതിരിയാണ് എന്റെ ഓരോ വീഡിയോ കണ്ടാ തോന്നുക. ഇത്രയും സംഖ്യകളെ സുഖിപ്പിക്കാൻ വേണ്ടി കോരെ പ്രസംഗിച്ചല്ലോ പച്ച വർഗീയത. എന്നിട്ടും അവസാനം അനക്ക് ഒരു സുഡാപ്പിനെ കൊണ്ട് തന്നെ കെട്ടിച്ചേണ്ടി വന്നുല്ലേ പെങ്ങളെ. വല്ലാത്തൊരു കഷ്ടം, ഭയങ്കര. അതായത് സ്വന്തം ഫാമിലി പോലും എന്റെ വാക്കില് പട്ടിയുടെ വില തരുന്നില്ല എന്നുള്ളതാ. ആരിഫിന്റെ കാര്യം പറഞ്ഞ മാതിരി, സോറി, ആർപിക്കിന്റെ കാര്യം പറഞ്ഞ മാതിരി. ആദ്യം നിങ്ങളൊക്കെ കുടുംബത്തിലൊരു വില ഉണ്ടാക്കാൻ നോക്കെ, എന്നിട്ട് മതി നിങ്ങള് ദീനിനെ പൊളിക്കാനും മുസ്ലിമിനെ പറയാനൊക്കെ ഇറങ്ങാനുള്ള ആ ഊർജം കാണിക്കല്. മനസ്സിലായോ?
ഇതൊക്കെ കുറച്ചാ ഏത് വരെ കുറക്കും ചങ്ങായി? ഇവന്റെ ഓരോ അയ്യോ ഇവനിക്ക് യോഗി ആദിത്യനാഥിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കേൾക്കണം നമുക്ക്. അതൊന്ന് കേട്ടോ. ജിഹാദികൾ ഉൾപ്പെടെയുള്ള സകല യോഗി വിരുദ്ധരും കണ്ണു തുറന്ന് കണ്ടുകൊള്ളൂ. യോഗി ആദിത്യനാഥ് സിഖ് മത ചടങ്ങില് അവർക്കൊപ്പം അവരിൽ ഒരാളായി പങ്കെടുക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഇതുപോലെ ഏതെങ്കിലും ഒരു ജിഹാദി മറ്റു മതങ്ങളെ ബഹുമാനിച്ച് അവരുടെ ചടങ്ങിൽ പങ്കെടുത്ത് മുന്നോട്ട് പോകുന്നത് ചരിത്രത്തില് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സകല യോഗി വിരുദ്ധരോടും പറയാനുള്ളത്, നിങ്ങളാരും യോഗി ആദിത്യനാഥിനെ മറ്റു മതങ്ങളെ ബഹുമാനിക്കേണ്ട ക്ലാസ് ഒന്നും എടുക്കാൻ വളർന്നിട്ടില്ല. യോഗി ആദിത്യനാഥ് മറ്റു മതങ്ങളെ എങ്ങനെ കാണുന്നു എന്ന് കൃത്യമായിട്ട് ഉത്തർപ്രദേശ് ജനത മനസ്സിലാക്കിയത് കൊണ്ട് അദ്ദേഹം UP മുഖ്യമന്ത്രിയായത് എന്ന് ഒരുത്തരും മറക്കണ്ട. മറക്കില്ല, നീ മറക്കാഞ്ഞാൽ മതി. ഇത് പോയി തുള്ളി വെള്ളം കുടിച്ച് കണ്ടിട്ട് തന്നെ കണ്ണുമൂറും കണ്ടിട്ട് തന്നെ പേടിയാവണല്ലേ. ഇത് പറഞ്ഞു തീർന്നപ്പോഴത്തേന് എന്റെ അടിവയറ്റിൽ കൂടെ പോയത്. ഇത് ഇപ്പൊ ഇങ്ങനെ ശ്വാസം കിട്ടാതെ പോകുമെന്ന് വിചാരിച്ചിട്ട് അതവിടെ നിക്കട്ടെ. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് എന്താ വെച്ചാ, കണ്ടില്ലേ, യോഗിനോട് ഭയങ്കര സ്നേഹമാണ്. അമിത് ഷാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ കാണപ്പെട്ട ദൈവമാണ് ഓന്റെ. എന്നിട്ടൊന്നും ഇവരുടെ ഈ അനുയായികളിൽ ഒരാളെ കൊണ്ടുപോകാൻ എന്റെ പെങ്ങളെ കെട്ടിച്ചില്ല. അതെന്താ? അപ്പൊ നിനക്കറിയാം അത് കെട്ടിച്ച എന്തുണ്ടാകും ഏതുണ്ടാവും എന്നുള്ളത് അല്ലേ? അല്ലേ മോനെ? എന്റെ കുടുംബത്തിൽ എനിക്ക് തരുന്ന വിലയും സ്ഥാനവും എത്രയാണെന്നുള്ളത് ഇതൊന്ന് മനസ്സിലാക്കാലോ. റീച്ചിന് വേണ്ടിയിട്ട് പച്ച വർഗീയത ഇങ്ങനെ വളമ്പും ചെയ്യും. എന്നാലോ മകളെ കെട്ടിക്കണമെങ്കിലോ പെങ്ങളെ കെട്ടിക്കണമെങ്കിലോ ഒക്കെ ഇവർക്ക് സുഡാപ്പികളെ വേണേനും. എന്നാലോ സുഡാപ്പികളുടെ പേരിലാണ് ഇവൻ ഇങ്ങനെ കടന്ന് ആളായും കൊണ്ട് നിൽക്കുന്നത്. BJP എന്നൊക്കെ പറഞ്ഞാൽ ഇവനിക്ക് എങ്ങനെ അറിയോ? എത്ര വലിയ ചളിവെള്ളത്തിൽ കിടക്കുകയാണെങ്കിലും അത് കഴുകാതെ എടുത്ത് തിന്നു. അത്രക്ക് അലിഞ്ഞിക്കണോ ഓന് BJPയുമായിട്ട്. എന്നാലോ അവന്റെ പെങ്ങളെ കെട്ടിച്ചാൻ പറ്റൂല. ആ കളിയൊന്നും നടക്കൂല. വേണമെങ്കിൽ ഇതൊന്നും കണ്ടോ, RSSനോടും മറ്റേ നരേന്ദ്രമോദിനോടും അടങ്ങാത്ത സ്നേഹമുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ഇവന്റേത് നട്ടപ്പായിരാക്കൊന്നും ആരും കാണാൻ നിൽക്കരുത് കേട്ടോ. പേടിച്ച എന്നെ പറഞ്ഞിട്ടോ എന്റെ വീഡിയോനെ പറഞ്ഞിട്ടോ ഒരു കാര്യം ഉണ്ടാവില്ല. അതാ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള അയോധ്യ രാമക്ഷേത്രത്തില് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും RSS മേധാവിയും കൂടി ധർമ്മധ്വജാരോഹണം നടത്തിയിരിക്കുന്നു. ധർമ്മത്തിന്റെ പതാക ഉയർത്തിയിരിക്കുന്നു. ഇത് കണ്ട് കുരുപൊട്ടി ഒരുപാട് സുഡാപ്പികള് പ്രശ്നമുണ്ടാക്കാനായിട്ട് ചോദിക്കുന്നുണ്ട്. ഇതുകൊണ്ട് പട്ടിണി മാറുമോ ദാരിദ്ര്യം മാറുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ദാരിദ്ര്യവും മാറും പട്ടിണിയും മാറും എന്നുള്ളത് തന്നെയാണ്. ലോകം മൊത്തമുള്ള കോടിക്കണക്കിന് ജനങ്ങളാണ് ദിനംപ്രതി അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് സന്ദർശനത്തിനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിമാന സർവീസുകള്, ഒരുപാട് വ്യാപാരങ്ങള്, ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടി ജീവിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതും സകലരും തിരിച്ചറിയണം. ഇതൊക്കെയായി ബന്ധപ്പെട്ട് നികുതി ഇനത്തിൽ മാത്രം കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ പൊതുഖജനാവിലേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുക. സകലരും തിരിച്ചറിയുക, രാമക്ഷേത്രം എന്ന് പറയുന്നത് മതഭേദമന്യേ ഈ രാജ്യത്തിന്റെ പാരമ്പര്യമാണ്, പൈതൃകമാണ്, സംസ്കാരമാണ്, നമ്മുടെ അഭിമാനമാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയുക. ചുരുക്കി പറഞ്ഞ ഇത്രയും നന്മമരായ സംഖ്യകൾ ഉണ്ടായിട്ടും ഓന്റെ പെങ്ങളെ കെട്ടാനൊരു സുഡാപ്പിന്നെ വേണ്ടി വന്നു എന്നാണ് ഇപ്പോ പറഞ്ഞു വരുന്നത്. അത് ഓനക്ക് തന്നെയാണ് സമ്മതിക്കേണ്ടി വന്നു. മോനെ ഫസലെ, എനിക്ക് എന്നോട് പറയാനുള്ള ഒരു കാര്യം എന്താ, ഈ മരത്തിന്റെ മുകളിൽ എന്തൊക്കെ അഭ്യാസം വേണേലും കയറി കാണിച്ചോ, പക്ഷെ സമ്മാനം വാങ്ങാൻ താഴത്തേക്ക് തന്നെ ഇറങ്ങണം. അതേ അവസ്ഥയാണ് ഇപ്പൊ എന്റെ. ഇത്രയും മോശക്കാരായ സുഡാപ്പിക്ക് തന്നെ എന്റെ പെങ്ങളെ നിക്കാഹ് ചെയ്ത് കൊടുത്തപ്പോ, കല്യാണം കഴിച്ചു കൊടുത്തപ്പോ അതെങ്ങനെ സഹിക്കും സംഖ്യകള്? ഈ സംഖ്യകളോട് എന്ത് പറയും? നീ എന്ത് പറഞ്ഞിട്ട് വീഡിയോ ഉണ്ടാക്കും? കാത്തിരുന്ന് കാണാം. അപ്പോ ബൈ.